45 വയസ്സ് പ്രായം തോന്നിക്കുന്ന ബാംഗ്ലൂരിലുള്ള ഒരു വീട്ടമ്മ ബാംഗ്ലൂരിലെ കോരമംഗല പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അവിടെ എത്തിയിട്ട് പോലീസുകാരോട് പറയുന്നത്, ഞാനും എൻ്റെ കാമുകനും ചേർന്ന് ഒരു ഹോട്ടലിൽ റൂം എടുത്തിട്ട് താമസിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ താമസിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു. ഒരു വീഡിയോ ആണ് വന്നിട്ടുണ്ടായിരുന്നത്. ആ വീഡിയോയിൽ ഞാനും എൻ്റെ കാമുകനും ആ റൂമിനുള്ളിൽ എന്താണോ ചെയ്തത് ആ കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഈ വീഡിയോ വന്ന ശേഷം ഒരു വോയിസ് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ആ വോയിസിൽ പറയുന്നത്, ഞങ്ങൾക്ക് 25 ലക്ഷം രൂപ തന്നില്ല എങ്കിൽ ഈ വീഡിയോ എല്ലാവരുടെയും സ്പ്രെഡ് ചെയ്യുമെന്നൊരു ഭീഷണിയായിരുന്നു ആ വോയിസിൽ ഉണ്ടായിരുന്നത്. ഇത് കേട്ടപ്പോൾ പോലീസുകാർക്ക് ഒരു കാര്യം വ്യക്തമായി, ഈ സ്ത്രീക്ക് ഭർത്താവ് അറിയാതെ മറ്റൊരാളുമായിട്ട് ബന്ധമുണ്ട്. ഏതോ ഒരു വ്യക്തി, ഈ കാര്യം അറിയുന്ന ഏതോ ഒരു വ്യക്തി ഇത് പണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. എന്തായാലും നിയമപ്രകാരമുള്ള റിട്ടേൺ കംപ്ലൈന്റ് എഴുതി കൊടുത്തത് കൊണ്ട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥര് അന്വേഷണം ആരംഭിക്കുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥർ കേസ് അന്വേഷിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് സിനിമകളിൽ പോലും കാണാത്ത കാര്യങ്ങളാണ് ഈ കേസിൽ ഉള്ളത് എന്ന് പോലീസുകാർക്ക് ഞെട്ടലോടെ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഈ കേസിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് നോക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ ഇതുപോലുള്ള റിയൽ ക്രൈം സ്റ്റോറീസ് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. ജൂലൈ 16, 2022 45 വയസ്സുള്ള രൂപിണി എന്ന പേരുള്ള സ്ത്രീ കോരമംഗല പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ്. അവിടെ ചെന്നിട്ട് ഞാൻ ഈ വീഡിയോയിലെ ഇൻട്രോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ പോലീസുകാരോട് തുറന്നു പറയുകയാണ്. ഈ സ്ത്രീ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ കേട്ടപ്പോൾ പോലീസുകാർക്ക് വ്യക്തമായ ഒരു കാര്യം, ഇതിൽ എന്തെല്ലാമോ വശപ്പശക്ക് ഉണ്ടല്ലോ എന്നാണ്. ഈ കേസിലെ ഈ സ്ത്രീയുടെ യഥാർത്ഥ പേര് രൂപിണി എന്നല്ല, അത് ഞാൻ തന്നെ കൊടുത്തൊരു പേരാണ്. ഇതുപോലൊരു കേസ് ആയതുകൊണ്ട് തന്നെ ഒരു ആർട്ടിക്കിളിലും ഇവരുടെ യഥാർത്ഥ പേര് വെളിയിൽ പറയുന്നില്ല. ഓക്കെ, രൂപിണി കേറ്ററിംഗ് സർവീസ് എല്ലാം തന്നെ നടത്തി വരുന്ന ഒരു സ്ത്രീയാണ്. ഇവർക്ക് 50 വയസ്സ് പ്രായമുള്ള സുരേന്ദ്രൻ എന്ന് പേരുള്ള ഒരു ഭർത്താവും ഉണ്ട്, 2 മക്കളും ഉണ്ട്. രൂപിണി 10 വർഷം മുമ്പേ വളരെ ചെറിയ രീതിയിൽ കേറ്ററിംഗ് സർവീസ് ആരംഭിച്ച് വന്നതാണ്. എന്നാൽ ഇപ്പോൾ 75 ആളുകൾ അവരുടെ കീഴെ ജോലി ചെയ്യുന്നുണ്ട്. വലിയൊരു കേറ്ററിംഗ് സർവീസ് സ്ഥാപനമായിട്ട് അത് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് നല്ല രീതിയിലാണ് ഇപ്പോൾ അവരുടെ അവസ്ഥ എന്ന് പറയുന്നത്. സാഹചര്യം ഈ രീതിയിൽ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് രൂപിണി തന്റെ കാമുകനെയും കൂട്ടിയിട്ട് അവിടെയുള്ള ഒരു വലിയ ഹോട്ടലിൽ പോയിട്ട് റൂം എടുത്ത് താമസിക്കുന്നത്. ഇങ്ങനെ റൂം എടുത്ത് താമസിച്ച് 2 ദിവസങ്ങൾക്ക് ശേഷമാണ് രൂപിണിയുടെ ഫോണിലേക്ക് ആ വീഡിയോ സെൻഡ് ചെയ്ത് വരുന്നത്. അപ്പോൾ രൂപിണി ആ വീഡിയോ നോക്കുന്ന സമയത്ത് ഇവർ 2 പേരും ആ റൂമിൽ എന്താണോ ചെയ്തത് ആ കാര്യങ്ങൾ വ്യക്തമായിട്ട് അതിൽ പതിഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ലാതെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരു വോയിസ് റെക്കോർഡും ഉണ്ട്. വോയിസിലുണ്ടായിരുന്ന വ്യക്തമായ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്രകാരമാണ്: ഞങ്ങൾക്ക് 25 ലക്ഷം രൂപ വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം നിങ്ങളുടെ കയ്യിൽ 25 ലക്ഷം രൂപയോളം ഉണ്ട് എന്ന്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ 25 ലക്ഷം രൂപ തരികയാണെങ്കിൽ ഈ വീഡിയോയെക്കുറിച്ചോ നിങ്ങൾ ഇങ്ങനെ കണ്ടുമുട്ടിയ കാര്യങ്ങളെക്കുറിച്ചോ വെളി ലോകം ആരും അറിയില്ല. എന്നാൽ നിങ്ങൾ ഞങ്ങൾക്ക് പൈസ തന്നില്ല എങ്കിൽ നിങ്ങളുടെ ഭർത്താവ് ഉൾപ്പെടെ നിങ്ങളുടെ ബന്ധുക്കാരുൾപ്പെടെ എല്ലാവരെയും ഈ ഒരു കാര്യം ഞങ്ങൾ അറിയിക്കും. അതുകൊണ്ട് നിങ്ങൾ മറ്റാരും അറിയാതെ ഞങ്ങൾക്ക് പണം തരണമെന്ന് വളരെ വ്യക്തമായിട്ടാണ് ആ വോയിസ് റെക്കോർഡിൽ പറഞ്ഞിരിക്കുന്നത്. പോലീസുകാർക്ക് ഈ വോയിസ് ക്ലിപ്പ് കേട്ടപ്പോൾ തന്നെ വളരെ വ്യക്തമായിട്ട് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു, ഇവരെ അടുത്തറിയുന്ന ആരോ ആണ് ഈ ഒരു പ്രവൃത്തി ചെയ്തിരിക്കുന്നതെന്ന്. കാര്യം ആ രീതിയിൽ വ്യക്തമായിട്ടും അതുപോലെ തന്നെ എന്താണ് അവരുടെ ആവശ്യം, ഇത്രയ്ക്ക് അത്യാവശ്യമാണ്, അതുകൊണ്ടാണ് എന്നൊരു നിവൃത്തികേടൊക്കെ ഈ ഒരു വോയിസ് ക്ലിപ്പിൽ നിന്നും പോലീസുകാർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഓരോ മൊമെന്റ്സും ഈ ചെയ്ത വ്യക്തിക്ക് വൃത്തിയായിട്ട് അറിയാം. ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥർ ചിന്തിക്കുന്നത് ഒരുപക്ഷെ രൂപിണിയുടെ കാമുകൻ തന്നെ ആയിരിക്കുമോ എല്ലാത്തിനും പുറകിലെന്നാണ്. അതുകൊണ്ട് ഈ കാമുകനെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് പരിചയപ്പെട്ടത് എന്നുള്ള കാര്യങ്ങൾ ചോദിക്കുകയാണ്. പോലീസിന്റെ ചോദ്യങ്ങൾക്ക് രൂപിണി പറഞ്ഞ മറുപടി, ഗൗതം എന്നാണ് കാമുകന്റെ പേര്, വെറും 30 വയസ്സാണ് പ്രായം. അയാൾ ചെറിയ രീതിയിലുള്ള സാധാരണ ഇലക്ട്രിക്കൽ ജോലിയെല്ലാം തന്നെ ചെയ്തു വരുന്ന ഒരു വ്യക്തിയാണ്. അത് മാത്രമല്ലാതെ രൂപിണിക്കായിരുന്നു ആദ്യം ഗൗതമിനോട് താല്പര്യം ഉണ്ടായിരുന്നത്. ഈ ഒരു താല്പര്യം ഗൗതമിനോട് അങ്ങോട്ട് പറഞ്ഞ സമയത്ത് അവൻ ആദ്യം മനസ്സോടെയാണെങ്കിലും സമ്മതിച്ചതാണ്. പിന്നീട് അങ്ങോട്ട് അവനും ഈ സ്ത്രീയുടെ കൂടെ മുന്നോട്ട് പോയതാണ്. ഇതിൽ രൂപിണി എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം, കേറ്ററിംഗ് സർവീസുമായി ബന്ധപ്പെട്ട് തന്റെ ഭർത്താവ് വല്ലാതെ ബിസി ആയിട്ട് മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് രൂപിണിയാണ് ഗൗതമിനെ ഫോണിൽ വിളിക്കുക, എന്നിട്ട് ഇന്ന സ്ഥലത്ത് നമുക്ക് പോയി റൂം എടുത്തിട്ട് കണ്ടുമുട്ടാം എന്ന് പറയുക. ആദ്യമെല്ലാം തന്നെ ഗൗതമിനെ താനാണ് ഇങ്ങനെ എപ്പോഴും കണ്ടുമുട്ടാനായിട്ട് വിളിക്കുക എന്നാണ് രൂപിണി പറയുന്നത്. ഇത് കേട്ടപ്പോൾ പോലീസുകാർക്ക് മനസ്സിലായി ഗൗതം ആവാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. കാര്യം ആളല്ല ഒന്നിനും മുന്നിട്ട് നിൽക്കുന്നത് ഇവിടെ രൂപിണിയാണ്. കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും രൂപിണി ഭർത്താവ് അറിയാതെ ഗൗതവുമായിട്ടുള്ള ആ ഒരു ബന്ധം തുടങ്ങിയിട്ട് 10 വർഷമായി. രൂപിണി പോലീസുകാർക്ക് റിട്ടേൺ കംപ്ലൈന്റ് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, ഇതിൽ രൂപിണി ഒരു കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് രൂപിണിയും കാമുകനും ഏത് ഹോട്ടലിലാണോ താമസിച്ചത് ആ ഹോട്ടലിലെ ജീവനക്കാരാണ് ഇതിന് പുറകിലെന്നാണ് രൂപിണി വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംശയം രൂപിണി പോലീസുകാരോട് പറയാണ്. ഇത് കേട്ടപ്പോൾ പോലീസുകാർ ആരാണോ
രൂപിണിക്ക് മെസ്സേജ് അയച്ചത്. ആ ഒരു നമ്പർ ട്രേസ് ചെയ്തിട്ട് ആരാണ് ഈ നമ്പർ ഉപയോഗിക്കുന്നതെന്ന് പോലീസുകാർ കണ്ടെത്തുകയാണ്. ഇങ്ങനെ നോക്കുന്ന സമയത്ത് ബാംഗ്ലൂരിലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന ഗണേശൻ എന്ന പേരിലുള്ള ഒരു വ്യക്തിയുടെ നമ്പറാണിത്. പോലീസുകാർ നേരെ അയാളെ ചെന്നിട്ട് കണ്ടിട്ട് ചോദിക്കുകയാണ്, നിന്റെ നമ്പർ അല്ലേ ഇത് എന്ന് ചോദിക്കുന്ന സമയത്ത് ഗണേശൻ പറയുന്നത്, സാർ ഇത് എൻ്റെ നമ്പർ തന്നെ ആയിരുന്നു, പക്ഷേ ഒരാഴ്ച മുമ്പ് എൻ്റെ ആ ഫോൺ മിസ്സായി പോയതാണ്, അതുകൊണ്ട് ഇപ്പോൾ അത് ആരാണ് ഉപയോഗിക്കുന്നതെന്ന് എനിക്കറിയില്ല എന്നാണ് വളരെ കാഷ്വൽ ആയിട്ട് ഗണേശൻ പറയുന്നത്. ഗണേശ് പറഞ്ഞ കാര്യങ്ങൾ പോലീസുകാർക്ക് അങ്ങനെ മുഴുവനായിട്ടും വിശ്വാസം വന്നില്ല എങ്കിലും അയാളുടെ ബാക്ക്ഗ്രൗണ്ടും അയാൾ ചെയ്തു വരുന്ന കാര്യങ്ങളും കുറച്ച് മാസങ്ങളായിട്ട് അയാൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അയാളുടെ ജീവിത രീതി എന്താണ് എന്നെല്ലാം തന്നെ നെയ്ബേഴ്സിനോടെല്ലാം തന്നെ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ അയാൾക്ക് ഈ കേസുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പോലീസുകാർക്ക് വ്യക്തമായി. അടുത്തതായിട്ട് പോലീസ് ഉദ്യോഗസ്ഥർ രൂപിണിയും കാമുകനും താമസിച്ച ഹോട്ടലിലേക്ക് പോകാമെന്ന് വിചാരിക്കുകയാണ്. ഈ സമയത്ത് രൂപിണി പോലീസുകാരോട് മറ്റു ചില കാര്യങ്ങൾ കൂടെ പറയുന്നു. ഒരു നമ്പറിൽ നിന്നും ആദ്യം വീഡിയോ വന്നു, രണ്ടാമത് ഒരു വോയിസ് ക്ലിപ്പ് വന്നു. ഇങ്ങനെ ഈ വോയിസ് ക്ലിപ്പ് വന്നപ്പോൾ അതിലൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ദിവസം മാത്രമേ നിങ്ങൾക്ക് സമയമുള്ളൂ എന്ന്. പക്ഷേ ഒരു ദിവസം കഴിഞ്ഞിട്ടും ഇവർക്ക് ആ ഒരു പണം അറേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി എന്താണ് ചെയ്യുക ഇവരിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇവരുടെ വീട്ടിൽ താമസിക്കുന്ന മറ്റൊരാളുടെ ഫോണിലേക്ക് കൂടെ ഈ ഒരു വീഡിയോ പോവുകയാണ്. രൂപിണിയുടെ ചേട്ടന്റെ മകളായിട്ടുള്ള 25 വയസ്സുള്ള ഉഷ 5-6 വർഷമായിട്ട് രൂപിണിയുടെ കൂടെയാണ് താമസിക്കുന്നത്. ഈ ഉഷയ്ക്ക് രൂപിണിയുടെ അവിഹിത ബന്ധത്തെ പറ്റിയൊക്കെ അറിയാം. ഈ ഉഷ തന്നെയാണ് ഓയോ വഴി ഇവർക്ക് റൂം എല്ലാം തന്നെ ബുക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. തന്റെ മൊബൈലിലേക്ക് ഇതുപോലൊരു വീഡിയോ വന്നപ്പോൾ ഉഷ പെട്ടെന്ന് നേരെ രൂപിണിയുടെ അരികിലേക്ക് ചെന്നിട്ട് പറയാണ്, എന്താണ് ഇങ്ങനൊരു വീഡിയോ വന്നിരിക്കുന്നു, എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് രൂപിണി ഉഷയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നത്. ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇനി എന്താണ് ചെയ്യുക എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രൂപിണി ഉഷയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എൻ്റെ ഭർത്താവിനോട് എല്ലാ കാര്യവും തുറന്നു പറയട്ടെ, ഇതോടുകൂടി ചിലപ്പോൾ എല്ലാം അവസാനിച്ചെങ്കിലോ എന്ന്. പക്ഷേ ഇതിൻ്റെ പുറകിൽ എന്തെല്ലാമാണ് പ്രശ്നം വരിക എന്ന് ആർക്കും ചിന്തിക്കാനായിട്ട് കഴിയില്ല. കാര്യം സ്വന്തം ഭർത്താവിനെ 10 വർഷമായിട്ട് പറ്റിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഉഷ പറഞ്ഞു, ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നത് നമുക്ക് എങ്ങനെയെങ്കിലും ഈ 25 ലക്ഷം രൂപ സംഘടിപ്പിച്ച് കൊടുക്കാമെന്നാണെന്നാണ് ഉഷ പറയുന്നത്. ഉഷ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നാൽ കഴിയുന്ന പൈസ എല്ലാം തന്നെ ഞാൻ സംഘടിപ്പിക്കാം, നിങ്ങളെ കൊണ്ട് കഴിയുന്ന പൈസ എല്ലാം തന്നെ നിങ്ങൾ സംഘടിപ്പിക്കും, നമുക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു പണം കൊടുത്ത് ഒഴിവാക്കാമെന്നാണ് ഉഷ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ എത്രയൊക്കെ അറേഞ്ച് ചെയ്യാൻ നോക്കിയിട്ടും അവർ രണ്ടുപേർക്കും 25 ലക്ഷം രൂപ ആ സമയത്ത് കളക്ട് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. ഫൈനലി പണം ഏത് രീതിയിലും അറേഞ്ച് ചെയ്യാനായിട്ട് കഴിയില്ല എന്ന് മനസ്സിലാക്കിയ രൂപിണി ഉഷയോട് പോലും പറയാതെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ്. എന്നിട്ട് എനിക്ക് ഇങ്ങനെയെല്ലാം തന്നെ സംഭവിച്ചിട്ടുണ്ട്, പരമാവധി എൻ്റെ ഭർത്താവ് അറിയാതെ ഈ ഒരു കേസ് എനിക്ക് എങ്ങനെയെങ്കിലും ഒതുക്കി തീർത്ത് തരണമെന്ന് പോലീസുകാരോട് പറയാണ്. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും പോലീസുകാർ നേരെ ഇവർ രണ്ടുപേരും താമസിച്ച ഒരു ഹോട്ടലിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നിട്ട് റിസപ്ഷനിലെ ആളുകളോടും മാനേജ്മെന്റിനോടും എല്ലാവരോടും സംസാരിക്കുകയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥർ പല രീതിയിൽ അവരെ ചോദ്യം ചെയ്തുവെങ്കിലും അവരെല്ലാവരും പറയുന്നത് ഞങ്ങൾ ആരും ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാറില്ല എന്നാണ്. ഇങ്ങനെ പറയുന്ന സമയത്ത് മറ്റൊരു കാര്യം കൂടെ അവർ പോലീസുകാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ സ്ത്രീയും മറ്റൊരാളും ഇവിടെ റൂം എടുത്ത് താമസിക്കാൻ വരുന്നതിന് മുമ്പായിട്ട്, അതായത് മണിക്കൂറുകൾ മുമ്പായിട്ട് ഒരു വ്യക്തി ഇവരുടെ പേര് പറഞ്ഞിട്ട് ആ റൂമിനുള്ളിലേക്ക് കയറി പോയിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഇവർ താമസിച്ച് റൂം വെക്കേറ്റ് ചെയ്ത് പോയി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ വ്യക്തി വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ വ്യക്തി ആ റൂമിനുള്ളിലേക്ക് കയറി പോയിട്ടുണ്ടായിരുന്നു എന്ന് അവിടെയുള്ള റൂം ബോയ് ആയിട്ടുള്ള സ്റ്റാഫുകൾ പോലീസുകാരോട് പറയാണ്. ജസ്റ്റ് ഇവരിങ്ങനെ പോലീസുകാരോട് പറയുക മാത്രമല്ലാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്, CCTV വിഷ്വൽസിൽ എല്ലാം തന്നെ കൃത്യമായി കിട്ടിയിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം തന്നെ പോലീസുകാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. പോലീസുകാർ ഈ പറയുന്ന വ്യക്തിയെ നോക്കുന്ന സമയത്ത് ഒരു 30 വയസ്സ് പ്രായം തോന്നിക്കുന്ന വ്യക്തിയാണ്. ഇവർ പോകുന്നതിന് മുമ്പായിട്ടും അതുപോലെ തന്നെ റൂമിൽ നിന്നും വെളിയിലേക്ക് വരുന്ന ശേഷവും ഈ റൂമിലേക്ക് കയറി പോയിരിക്കുന്നത് അത് കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഒരുപക്ഷെ ഇയാളെ ഈ കംപ്ലൈന്റ് തന്ന രൂപിണിക്ക് അറിയുമായിരിക്കുമെന്ന് പോലീസുകാർ ചിന്തിക്കുകയാണ്. കാര്യം ആദ്യം തന്നെ പോലീസുകാർക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഇത് രൂപിണിക്ക് അടുത്ത് പരിചയമുള്ള ആരോ ആണ് ഇതിന് പുറകിലെന്ന്. അങ്ങനെ ഈ ഒരു ഫോട്ടോ ക്യാപ്ചർ ചെയ്തിട്ട് പോലീസുകാർ ഈ ഒരു ഫോട്ടോ രൂപിണിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഇത് കണ്ടപ്പോൾ രൂപിണി പറയുന്നത് സുരേഷ് ബാബു എന്നാണ് ഇയാളുടെ പേര് എന്നാണ്. 28 വയസ്സുള്ള സുരേഷ് ബാബു ആരാണെന്ന് ചോദിച്ചാൽ രൂപിണിക്ക് ഇവിടെ ഒരു ഓയോ റൂം ബുക്ക് ചെയ്ത് കൊടുത്തില്ലേ ഉഷ, അതായത് ചേട്ടന്റെ മകളായിട്ടുള്ള ഉഷ, ഈ ഉഷയെ കല്യാണം കഴിക്കാനായിട്ടിരിക്കുന്നത് ഈ സുരേഷ് ബാബു ആണ്. ഉഷയുടെയും സുരേഷ് ബാബുവിന്റെയും കല്യാണ നിശ്ചയമെല്ലാം തന്നെ കഴിഞ്ഞതാണ്. കുറച്ച് മാസം കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരുടെയും വിവാഹമാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയ പോലീസുകാർ ഉടനെ തന്നെ ഉഷയെ കാണാനായിട്ട് പോവുകയാണ്. എന്നിട്ട് ഉഷയോട് ചോദിക്കുകയാണ്, സുരേഷ് ബാബു എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ ആ റൂമിലേക്ക് പോയിട്ടുണ്ടാവുക, നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ, നിങ്ങളാണോ പറഞ്ഞു വിട്ടതെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ഉഷ പറയുന്നത് എനിക്കറിയില്ല, എന്തിനു വേണ്ടിയിട്ടാണ് പോയതെന്ന് എനിക്കറിയില്ല എന്ന് പോലീസുകാരോട് പറയുന്നു. എന്നാൽ പോലീസുകാർ ഈ പറയുന്ന സുരേഷ് ബാബുവിന്റെ നമ്പർ കളക്ട് ചെയ്തിട്ട് അയാളെ വിളിച്ചു നോക്കുന്ന സമയത്ത് ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാണ് പറയുന്നത്. സുരേഷ് ബാബു ഈ രീതിയിൽ റൂമിലേക്ക് പോയത് എന്തിനു വേണ്ടിയാണെന്ന് എനിക്കറിയില്ല എന്ന് ഉഷ പറഞ്ഞാലും പോലീസുകാർക്ക് എന്തായാലും സംശയം ഉണ്ടാവും. അങ്ങനെ ഉഷയെ കസ്റ്റഡിയിൽ എടുത്ത് നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാണ്. എന്നിട്ട് ഉഷയോട് ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കുകയാണ്. ഒരുപാട് ചോദ്യങ്ങളായപ്പോൾ ഉഷയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെയായി.
കാരണം മറ്റവനാണെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ച് പോയിരിക്കുകയാണ്, ഉഷ മാത്രമേ ഇവിടെയുള്ളൂ. പോലീസുകാരുടെ വല്ലാത്ത രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും. ഒരുപാടൊക്കെ പിടിച്ചു നിന്നുവെങ്കിലും അവസാനം ഉഷ എന്താണ് സംഭവിച്ചത് എന്ന് പോലീസുകാരോട് തുറന്നു പറയുകയാണ്. രൂപിണിക്ക് തെറ്റായ അവിഹിത ബന്ധമുള്ള കാര്യം ഉഷയ്ക്ക് 5 വർഷമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഉഷയാണ് എപ്പോഴാണോ ഇവർ രണ്ടുപേരും ഓരോ സ്ഥലത്ത് റൂം ബുക്ക് ചെയ്തിട്ട് കാണാനായിട്ട് തീരുമാനിക്കുന്നത്, ആ സമയത്തെല്ലാം തന്നെ ഓയോ വഴി റൂം ബുക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ജൂൺ 10-ാം തീയതി രൂപിണി ഉഷയുടെ അരികിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ഉഷയോട് പറയുന്നു, ഞാനും എൻ്റെ കാമുകനായിട്ടുള്ള ഗൗതമൻ തമ്മിൽ നേരിട്ട് കാണാമെന്ന് തീരുമാനിക്കുകയാണ്, നീ എന്തായാലും ഞങ്ങൾക്ക് ഓയോയിൽ റൂം ബുക്ക് ചെയ്താ എന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ ശരിയെന്ന് സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ അത് ചെയ്തു കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഉഷ ചെയ്തൊരു കാര്യം, താൻ വിവാഹം കഴിക്കാൻ പോകുന്ന സുരേഷ് ബാബുവിനോട് ഇവരുടെ ഈ ബന്ധത്തെ പറ്റിയിട്ട് തുറന്ന് പറയുകയാണ്. ഇങ്ങനെ പറയുക മാത്രമല്ല, ഇത് നമുക്ക് മുതലെടുത്തൂടെ എന്നോട് ചോദിക്കുകയാണ്. അതായത് ഇവർ രണ്ടുപേരും കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ വിവാഹം കഴിച്ച് ഒന്നിച്ചാവുകയാണ്. പക്ഷേ ഇവർ രണ്ടുപേരുടെ കയ്യിൽ പണമൊന്നുമില്ല. അത് മാത്രമല്ലാതെ രണ്ടുപേർക്കും കാര്യമായിട്ടുള്ള ജോലിയില്ല. രണ്ടുപേരും പ്രണയിച്ച് വിവാഹം കഴിക്കാനായിട്ട് പോവുകയാണ്. വീട്ടുകാരുടെ എതിർപ്പ് മാത്രമേ ഉള്ളൂ. ഇവർ രണ്ടുപേരുടെയും നിർബന്ധപ്രകാരം മാത്രമാണ് വിവാഹം നടക്കാനായിട്ട് പോകുന്നത്. വിവാഹത്തിന് ശേഷവും രണ്ടുപേർക്കും ജീവിക്കണമല്ലോ, അതിനു വേണ്ടിയിട്ട് ഒരുപാട് പണം അത്യാവശ്യമാണ്. അപ്പോൾ ഇങ്ങനൊരു കാര്യം ഇവർക്ക് അറിയാം. അത് മാത്രമല്ലാതെ ഇവിടെ രൂപിണിയുടെ കയ്യിൽ ധാരാളം പണം ഉണ്ട് എന്നും ഉഷയ്ക്ക് നന്നായിട്ട് അറിയാം. രൂപിണി മറ്റാരും അറിയാതെ ഇതുപോലൊരു തെറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പണം സമ്പാദിക്കാമെന്ന് രണ്ടുപേരും ചേർന്ന് സംസാരിച്ച് തീരുമാനിക്കുകയാണ്. ഇതുപോലൊരു കാര്യം ആദ്യമായിട്ട് തോന്നുന്നത് ഉഷയ്ക്കാണ്. ഉഷയാണ് താൻ വിവാഹം കഴിക്കാനായിട്ട് പോകുന്ന വ്യക്തിയോട് 2 സ്പൈ ക്യാമറ മേടിക്കാനായിട്ട് പറയുന്നത്. ഇവിടെ ഉഷയാണ് റൂം ബുക്ക് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ബുക്ക് ചെയ്ത് അവർ പോകുന്നതിന് മുമ്പായിട്ട് കൃത്യമായിട്ട് താൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആളെ അങ്ങോട്ടേക്ക് അയക്കുകയാണ്. എന്നിട്ട് ഈ സ്പൈ ക്യാമറ 2 ഭാഗത്തായിട്ട് 2 ആംഗിളിലായിട്ട് ഫിറ്റ് ചെയ്യാനായിട്ട് പറയാണ്. ഇവർ പോയ ശേഷവും കൃത്യമായിട്ട് അയാളെ അങ്ങോട്ടേക്ക് അയക്കുന്നു, റൂമിലേക്ക് അയക്കുന്നു. എന്നിട്ട് ആ ക്യാമറ എടുത്തിട്ട് വരാനായിട്ട് പറയുന്നു. അതിലെ വിഷ്വൽസ് എല്ലാം തന്നെ രണ്ടുപേരും പരിശോധിക്കുന്നു. വീഡിയോസ് എല്ലാം തന്നെ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ ശേഷം ഇവർ രണ്ടുപേരും ചിന്തിക്കുന്നത്, എന്തായാലും നമുക്കൊരു സിം വേണം, അതായത് നമ്മുടേതല്ലാത്ത മറ്റൊരാളുടെ സിം വേണം. ആ ഒരു സിം നമുക്ക് എന്തായാലും മോഷ്ടിക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം മുന്നോട്ട് പോകട്ടെ എന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷേ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം തൊട്ടടുത്ത ദിവസം തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ദിവസം തന്നെ അവർക്ക് അങ്ങനെ ഒരു ഫോൺ ലഭിക്കുകയും ചെയ്തു. അതായത് ഒരാൾ കെയർലെസ് ആയിട്ട് ബസ്സിൽ കയറി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അയാളുടെ ആ ഒരു മൊബൈൽ ഫോണ് മോഷ്ടിക്കാനായിട്ട് സുരേഷ് ബാബുവിന് കഴിഞ്ഞു. ഫോൺ നഷ്ടപ്പെട്ട ഗണേഷ് എന്ന പേരുള്ള ആ പയ്യൻ തന്റെ കയ്യിൽ നിന്നും ഫോൺ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് കൊടുക്കുകയോ ഇനി അതല്ല എങ്കിൽ ആ നമ്പർ പിടിച്ച് ബ്ലോക്ക് ചെയ്യാനൊന്നും ശ്രമിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് എല്ലാ കാര്യങ്ങളും വളരെ സൗകര്യമായിട്ട് വന്നു. എന്തായാലും ഇവർ പ്രതീക്ഷിച്ചതിലും നേരത്തെ സിം കാർഡ് കിട്ടിയത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് വീഡിയോസ് അയച്ചു കൊടുക്കുകയാണ്. വീഡിയോസ് കയ്യിൽ കിട്ടിയ രൂപിണി എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നറിയാതെ ടെൻഷൻ അടിച്ചിരിക്കുന്നതെല്ലാം തന്നെ തൊട്ടപ്പുറത്ത് നിന്ന് ഉഷ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അടുത്തോട്ട് പോയിട്ട് ഒന്നും പറയാനായിട്ട് പറ്റില്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും അടുത്തോട്ട് പോയിട്ടൊന്നും മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ, അതായത് പണം കൊടുക്കാനായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇവരുടെ ഫോണിലേക്കും ഇങ്ങനൊരു വീഡിയോ വന്നു എന്ന രീതിയിലാക്കണം. അതുകൊണ്ടാണ് ഇവരുടെ ഫോണിലേക്കും വീഡിയോ അയച്ചിട്ടുണ്ട് എന്ന രീതിയിൽ നേരെ രൂപിണിയുടെ അരികിലേക്ക് ചെന്നിട്ട് പറയുന്നത്, എന്താണ് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്, ആരാണിത് ചെയ്തത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചോദിക്കുന്നത്. ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. 25 ലക്ഷം രൂപ നമുക്ക് എങ്ങനെയെങ്കിലും കൊടുക്കാം, ഞാനും അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുകയാണ്. പക്ഷേ ഉഷയുടെയും സുരേഷിന്റെയും എല്ലാ പ്ലാനിങ്ങും പൊളിഞ്ഞു. ആ ഒരു സമയത്ത് പണം അറേഞ്ച് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ രൂപിണി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ആരോടും ഒന്നും പറയാതെ പോവുകയാണ്. എന്നിട്ട് പോലീസുകാരോട് കാര്യങ്ങളെല്ലാം തുറന്നു പറയാണ്. സത്യത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് രൂപിണി അറിഞ്ഞപ്പോൾ അവരാകെ ഷോക്കായി പോയി. തൻ്റെ ചേട്ടന്റെ മകള് തന്നെ കൂടെ താമസിച്ചുകൊണ്ട് തന്നോട് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിരിക്കുകയാണെന്ന് അവർക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ഇതിലും അപ്പുറത്ത് ഷോക്കായ മറ്റൊരു വ്യക്തിയുണ്ട്, രൂപിണിയുടെ ഭർത്താവ്. എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് അയാൾക്ക് യാതൊരു പിടിയില്ല. ഞാൻ അറിയാതെ എന്തെല്ലാമാണ് എൻ്റെ ഭാര്യ ചെയ്യുന്നത്, എൻ്റെ വീട്ടിൽ നടക്കുന്നത്, പോലീസ് കേസായിരിക്കുന്നു. പോലീസുകാർ പറയുമ്പോഴാണ് ഈ വ്യക്തിക്ക് എല്ലാ കാര്യവും തിരിച്ചറിയുന്നത്. അയാളുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് സത്യത്തിൽ അതൊരു വല്ലാത്തൊരു വിഷമമുള്ളൊരു പരിപാടിയാണ്. കാര്യം താൻ അറിയാതെ ഇത്രയും കാര്യങ്ങൾ ഒരാളെ വിശ്വസിച്ച് അത് പറയാനേ പറ്റുന്നില്ല. ആ രീതിയിൽ ഒരു കോമാളിയെ പോലെ ആയി മാറിയിട്ടുണ്ടാവും അയാൾ. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഉഷയെയും സുരേഷ് ബാബുവിനെയും പോലീസുകാർ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവർ ജാമ്യത്തിൽ വെളിയിൽ വന്നിട്ടുണ്ട്. ഇവരുടെ ശിക്ഷാവിധിയൊന്നും വെളിയിൽ വന്നിട്ടില്ല. കോടതി വിചാരണയും തുടർ നടപടികളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കേസിൽ പ്രതികളുടെ അവസ്ഥ ഇതാണ്. പക്ഷേ രൂപിണിയുടെ അവസ്ഥ എന്താണെന്ന് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അവരെ അവരുടെ ഭർത്താവ് സ്വീകരിച്ചോ അതല്ല എങ്കിൽ കാമുകൻ സ്വീകരിച്ചോ. ഇവർക്ക് 2 മക്കളുണ്ട് എന്ന് പറഞ്ഞില്ലേ, 2 ആൺമക്കളാണ് ഉണ്ടായിരുന്നത്. അവരെങ്ങനെയാണ് ഈ അമ്മയെ നോക്കിക്കണ്ടത് എന്നുള്ള കാര്യമൊന്നും യാതൊരു ഗ്യാരണ്ടി ഇല്ല. എന്താണ് അവർക്ക് സംഭവിച്ചതെന്ന് സത്യത്തിൽ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥയാണ്. ഞാനിങ്ങനെ വീഡിയോ ആയിട്ട് പറയുന്ന സമയത്തല്ല കേട്ടോ ഇവരെക്കുറിച്ചും ഇവരുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പൊതുവെ എല്ലാവരും അറിയാനായിട്ട് പോകുന്നത്. കാര്യം ഇതിന് മുമ്പേ തന്നെ ഒരുപാട് പേര് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നു. അതുകൂടാതെ ഇതിൻ്റെ ആർട്ടിക്കിൾസ് എല്ലാം തന്നെ ജസ്റ്റ് സെർച്ച് ചെയ്താൽ ഗൂഗിളിൽ തന്നെ കാണാനായിട്ട് പറ്റും. ഇവരുടെ പേര് മെൻഷൻ ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷേ എന്താണ് നടന്നത്, പ്രതികൾ ആരാണ്, അതുപോലെ തന്നെ
ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ ആവണമെന്നില്ല. എന്തായാലും ഇതിപ്പോൾ ഒന്നും ന്യായീകരിക്കാൻ പറ്റാത്തൊരു അവസ്ഥയായി പോയി. രൂപിണി എന്ന പേരിൽ ഏത് സ്ത്രീയെയാണോ നമ്മൾ ഉദ്ദേശിച്ചത് അവർക്ക് കിട്ടേണ്ടത് തന്നെയാണ് കിട്ടിയതെന്ന് നമുക്ക് ആശ്വസിക്കാം. പക്ഷേ ഇവിടെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇവരെ ന്യായീകരിക്കുകയല്ല, എന്നാലും ഇതിലും എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ളൊരു കാര്യം അത് എത്ര അടുത്ത സുഹൃത്തിനോട് പോലും പറയാനായിട്ട് പറ്റില്ല. കാര്യം അത് നമ്മളുടെ മാത്രം ഉള്ളിൽ ഇരിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു സാഹചര്യത്തിൽ നല്ല സുഹൃത്തായി എന്ന് പറഞ്ഞിട്ട് എല്ലാ സാഹചര്യത്തിലും അങ്ങനെ ആവണമെന്നില്ല. ചിലപ്പോൾ കാലം മാറും, സാഹചര്യങ്ങൾ മാറും, ഈ പറയുന്ന തോട്ട്സും കാര്യങ്ങളൊക്കെ മാറിപ്പോവും. അപ്പോൾ ആൾ എതിരെയായിട്ട് വരികയും ചെയ്യും. അത് മാത്രമല്ലാതെ നമ്മളുടെ ആ ഒരു കാര്യം വെച്ചിട്ട് ആൾ നമ്മളെ ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള സാധ്യതയൊക്കെ ഒരുപാട് കൂടുതലാണ്. ഇതിപ്പോൾ ഒരു തെറ്റായ കാര്യത്തെ എന്നല്ലാട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, തെറ്റല്ലാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരാളെയും വിശ്വസിച്ചിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യവും തുറന്നു പറയരുത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.